ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കർക്കിടക മാസമൊക്കെ തുടങ്ങിയില്ലേ, നമുക്കിന്നൊരു കർക്കിടകം സ്പെഷ്യൽ ആയാലോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ വളരെ മിനിമം ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പ്രമേഹം, അതുപോലെ കൊളസ്ട്രോള്, നമ്മുടെ സന്ധിവേദന, ദേഹത്തുണ്ടാകുന്ന നീരുവീഴ്ച എല്ലാത്തിനും ഒരു നല്ല ബലം കിട്ടുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഉലുവ എടുത്തിട്ട് തലേ ദിവസം രാത്രിയിൽ തന്നെ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകി ഇതിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഈ ഉലുവ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് മിനിമം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവ എല്ലാം കഴുകി നിറച്ച് പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഇതിനിവിടെ അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിത് നോക്കുമ്പോൾ നമ്മുടെ ഉലുവ എല്ലാം നല്ലതായിട്ട് കുതിർന്നിവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉലുവയിലെ വെള്ളവും ആ ഉലുവ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇതിനെ അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, പക്ഷെ ജീരകം കൂടെ ചേർത്താൽ അതിൻ്റെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും കൂടെ കൂടും കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം, പാനിയായിട്ട് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ശർക്കര ഇങ്ങനെ പൊടിച്ചൊരുവിധം എടുത്തിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് അരിച്ചൊന്നിവിടെ റെഡിയാക്കി ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഉലുവയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നോക്കി നന്നായിട്ട് ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഉലുവ വെന്തത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് ആറിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ വെന്തത് മാറ്റി വെച്ച് നന്നായിട്ട് ഇവിടെ ആറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉലുവയിൽ മുഴുവൻ ഉപ്പ് എടുക്കുന്നില്ല, ഞാനൊരു പകുതിയേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു പകുതി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പകുതി വെള്ളവും പകുതി ഉലുവയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ കുറച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ചൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ശർക്കരപ്പാനി ചേർത്ത് അത് അരച്ചെടുത്തത്. അപ്പോൾ അത് 2 പ്രാവശ്യം അരച്ചത് ഞാൻ ഈ ഉരുളിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 പ്രാവശ്യം അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുത്ത് എല്ലാം കൂടി ഇപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉരുളിയുടെ ഏകദേശം മോള് വരെ അതിൻ്റെ ആ ഒരു പതയും കൂടെയുള്ള ഉലുവ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് പൊങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് താന്ന് വരും കേട്ടോ. അപ്പോൾ നോക്കി ഇപ്പോൾ ഇത് നന്നായിട്ട് താന്ന് വന്നിട്ടുണ്ട് ഒരുവിധം. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഇത് ബാക്കി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് ശർക്കരയാണ് കേട്ടോ ഇത് എടുത്തേക്കുന്നത്. അധികം മധുരം ഇല്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഞാനിതിവിടെ വീട്ടിൽ അമ്മയ്ക്കും കൊച്ചുങ്ങൾക്കും എടുക്കാൻ വേണ്ടിയിട്ട് ഇത് 2 ആയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 2 ആയിട്ട് എടുത്തു വെച്ചിട്ടാണ് ഇത് ബാക്കിയുള്ള സാധനങ്ങൾ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി വേറൊരു ചരുവത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, പകുതി നമ്മുടെ ഉരുളിയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് ഞാൻ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ പാലൊഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ആകെ 1 തേങ്ങയുടെ പാലാണ് എടുത്തത്. അതിനകത്ത് പകുതി ഞാൻ ഈ നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക്
ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അമ്മയ്ക്കും പിള്ളേർക്കും ആയതുകൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് കഴിക്കാനുള്ളത് ഞാൻ അധികം മധുരം ഇല്ലാതെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരയുടെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേരെല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിട്ട്, ശരിക്കും പറഞ്ഞാൽ അവർ ഇതിൻ്റെ ആ ഉലുവയുടെ ടേസ്റ്റ് ഒന്നും അധികം ഉണ്ടാവത്തില്ല. നമ്മൾ ആ ജീരകമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിള്ളേരെല്ലാം ഇങ്ങനെ കൊടുത്താൽ എല്ലാ കുട്ടികളും കഴിച്ചോളും കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് ഞാനിവിടെ റെഡിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഉള്ള ആ ചരുവത്തിൽ നമ്മൾ എടുത്ത് വെച്ചതിലേക്കും നമ്മുടെ ബാക്കിയുള്ള ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ, ആ ഒരു ഹാഫ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ 2 സൈസിലുള്ള ഉലുവാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കർക്കിടക മാസത്തിൽ ഇതെല്ലാവരും തയ്യാറാക്കി കുടിക്കണം. നമ്മുടെ ദേഹത്തുള്ള നീർവീഴ്ചയ്ക്കും അതുപോലെ നമ്മുടെ ജോയിൻറ്റ് പെയിനും അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിനും തലമുടിക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഒരു 3 ദിവസമെങ്കിലും നമ്മൾ അടുപ്പിച്ച് കഴിക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള നമ്മുടെ ഈ ഉലുവാപ്പാലിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.